കണ്ടവർക്ക് ശാന്തമായിട്ട് ഇവിടെ ഇരിക്കാം കേട്ടോ. ഓരോരുത്തർക്ക് വന്ന് കാണാനായിട്ടുള്ള വഴി ഇടണം. ലോക കണ്ടവരവിടെ നിൽക്കാവുന്ന മാറി കൊടുക്കണം. Then
എല്ലാവർക്കും കാണാനായിട്ടും കാണാനായിട്ടുള്ള സൗകര്യം ക്രമീകരിച്ചിട്ടുണ്ട്. കൂടുതൽ ആളുകൾ കാണാനുള്ള സൗകര്യാർത്ഥവും ഇവിടെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ വേറെ മുന്നിൽ ക്രമീകരിച്ചിട്ടുള്ള പന്തലേക്ക് ലഭിക്കുന്നതാണ്. എല്ലാവരും സ്നേഹം പ്രാർത്ഥിക്കും. നമുക്ക് പ്രാർത്ഥിക്കും. ജീവന്റെയും മരണത്തിന്റെയും അധികാരമുള്ള ജീവനെ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുവാനായിട്ട് നിങ്ങൾക്ക് സാധ്യതയുണ്ടല്ലോ. അവിടെ പ്രകാരം നിങ്ങളുടെ ലോകത്തിലേക്ക് വന്നു മനുഷ്യപുത്രന്മാരെയും ജീവനിൽ നല്ല ചെയ്യുമ്പോൾ ഞങ്ങളെല്ലാവരും അവിടുത്തെ സന്നിധിയിലേക്ക് മടങ്ങിവരുന്നവരാകുന്നു. പ്രഭാവേ നമ്മുടെ വിശ്വനായിട്ടുള്ള ദൈവം വിശ്വസനാണ്. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും ദൈവത്തിനാണ് ഞങ്ങളോട് കൂടെയുണ്ട്. ആ വലിയ ബോധ്യത്തിലും വിശ്വാസത്തിലായിരിക്കും ഞങ്ങൾ ഇടയാക്കും പ്രാർത്ഥിക്കുന്നു. അവിടെ നിറയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. ഞങ്ങളുടെ ലോകത്തിലായിരിക്കുമ്പോൾ അവിടുത്തെ ഇഷ്ടത്തെ സ്വീകരിക്കാനും അതനുസരിച്ച് മുമ്പോട്ട് പോകാനും ഉള്ള ധൈര്യം, ശാന്തി, വിശ്വാസം ഞങ്ങൾ എല്ലാവർക്കും നൽകിയിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ മനുഷ്യരുടെ ധന്യമായ ജീവിതത്തിനാണ് സ്തോത്രം. ഈ ലോകത്തിൽ എത്രത്തോളമായ നന്മകളും കഥാവുകളുണ്ടല്ലോ എല്ലാവരും പ്രധാന സാക്ഷിയായിട്ട് ചെയ്യുവാൻ യാതൊരു ഭാഗ്യത്തിനാണ് സ്തോത്രം. എന്നിൽ വിശ്വസിക്കുന്നവൻ പെരുന്നാളും മരിക്കും, ജീവിച്ചതിൽ വിശ്വസിക്കുന്നവൻ എന്നേക്കും ജീവിക്കുന്നവരുടെ ജീവിതമാവേ. ക്രിസ്തു വിശ്വാസമുള്ളവർക്ക് മരണമുണ്ടല്ലോ. അവസാനിക്കാതെ നിത്യജീവനോട് ഞങ്ങൾ പരിഹരിക്കുന്നതിനാണ് സ്തോത്രം. ഞങ്ങളെല്ലാവരും നാളിൽ ഒരുമിച്ച് കണ്ടുകൊണ്ടുപോകുന്ന ആ വലിയ വ്യത്യാസത്തോടുകൂടി ഇവിടെ മഹാനയാത്ര എല്ലാവരെയും സ്വീകരിക്കുന്ന പ്രാർത്ഥിക്കുന്നതാവേ. എല്ലാവരും പ്രാർത്ഥിക്കും. എല്ലാ അനുഭവങ്ങളും അവിടെ നിങ്ങളോട് കൂടെയുണ്ട്. അവസാനത്തോളം നിങ്ങളോട് കൂടെയുള്ള തുടർന്ന് മുമ്പോട്ട് ഇടയാക്കുന്ന പ്രാർത്ഥിക്കുന്നു. കഥാവെ ഇപ്പോൾ ആയിരിക്കുന്ന ലഭിച്ച എല്ലാ ശുശ്രൂഷകളും എല്ലാ നന്മകളെ ഇപ്പോൾ സ്വാഗതം ചെയ്തിട്ടുണ്ട്. സ്നേഹിക്കുവാൻ ഒക്കെ യാതൊരു ഭാഗ്യത്തിനാണ് സ്തോത്രം. നല്ല മാവിനെ മുമ്പോട്ട് പോകാൻ എല്ലാവരും സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഭവനത്തിൽ എല്ലാവർക്കും അനുഗ്രഹത്തിൽ ദൈവനാമത്തിന് മഹത്വത്തിന് മുഖാന്തരമായി ശുശ്രൂഷകളുടെ സാന്നിധ്യം കൂടെ അവിടുത്തെ ദൂരന്മാരാണ് ഞങ്ങൾ ആവശ്യത്തോടെ പ്രാർത്ഥനയുടെ ഓർമ്മ പ്രധാവിശ്വസിക്കാതെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇവിടെ പുതിയ ശരീരം ഇവിടെ നിന്ന് പ്രത്യേക വിജയിക്കുന്നതാണ്. വിവാദത്തിൽ നിൽക്കുന്ന ജീവിതം അതിനുള്ള സമയം ക്രമീകരിക്കണം. രണ്ടുപേരും ഡെസ്ക് അങ്ങോട്ട് ആദ്യം ഡെസ്കും ആ കുരിശും ഇപ്പോൾ എല്ലാം സെറ്റ് ചെയ്യണം. എന്നിട്ട് ഇത് കൊണ്ടെടുക്കും.
ജി ജോർജ് സാറ് ഇപ്പോൾ അനുശോചനം പാടും. സന്തപ്ത ഹൃദയരായ കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികൾ, ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ എന്റെ സ്നേഹ. തുമ്പമൺ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു കുടുംബയോഗമുണ്ട്. അതിന്റെ പേര് തെരുവിൽ കുടുംബയോഗമെന്ന്. ഏതാണ്ട് 400 കുടുംബങ്ങൾ അടങ്ങിയ ഒരു കുടുംബയോഗമാണത്. തിരുവനന്തപുരം മുതൽ കട്ടപ്പന വരെ വ്യാപിച്ചു കിടക്കുന്ന വളരെ ബൃഹത്തായ ഒരു കുടുംബയോഗം. ഏതാണ്ട് ഇതിന് 15 ശാഖകളുണ്ട്. അതിൽ സുപ്രധാനമായ ഒരു ശാഖയാണ് ഇളമ്പള്ളിൽ ശാഖ എന്ന് പറയുന്നത്. ഈ ശാഖയിലെ അമ്മച്ചിയുടെ നിര്യാണത്തിൽ കുടുംബയോഗത്തിലുള്ള ആത്മാർത്ഥവും അഗാധവുമായ അനുശോചനം അറിയിക്കുകയും പരേതയുടെ ആത്മാവിന് നിത്യശാന്തി നൽകുവാൻ ജഗദീശനോട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ആദരസൂചകമായിട്ട് സ്വശംഭ അറിയിക്കും. ലോകെ ഞാനോട്ടം തികച്ചു സ്വർഗീനായി. ലോകെ ഞാനോട്ടം തികച്ചു സ്വർഗീനായി.
നമ്മുടെ ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്. നമ്മളെല്ലാവരും ഇവിടെ ആയിരിക്കുന്നത് വാങ്ങിപ്പോയിരിക്കുന്ന പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ജീവിതത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയുവാനും ഈ പ്രിയ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും ഈ ദുഃഖത്തിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ആശ്വാസത്തിനുമായിട്ടാണല്ലോ അവിടെ നിന്നിരിക്കുന്ന എല്ലാവരും ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥനാപൂർവ്വം പങ്കുകാരാണെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. നിങ്ങൾ പരസ്പരം സംസാരിക്കാതെ എന്നാൽ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കുകാരാകണം. മുഴുവൻ സമയവും ഇതിൽ പങ്കുകാരാകുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ആരെങ്കിലും കാണുവാനായിട്ടുണ്ടെങ്കിൽ ഇതിനുശേഷം കാണുവാനായിട്ടുള്ള അവസരം ഉണ്ടാകും. എല്ലാവർക്കും എഴുന്നേൽക്കാം. ശോഭയേറും നാടൊന്നുണ്ടോ കാണാമേ ദൂരെ വിശ്വാസത്താ താവൻ വാസം നാമോ കൊരുകി നിൽക്കുന്നു പ്രതീക്ഷിച്ചകരെ പരിശുദ്ധൻ 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 വരങ്ങളുടെ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ജീവന്റെയും മരണത്തിന്റെയും മേലധികാരമുള്ള ദൈവമായ കർത്താവേ, കൽപ്പന ലംഘനം മൂലം പാപത്തിനും മരണത്തിനും അതിരായി തീർന്ന ഞങ്ങളുടെ വർഗത്തെ നിന്റെ ഏകയാതനായ പുത്രൻ മുഖാന്തരം ഏറ്റെടുക്കുകയും
പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവേ, തിരുവിഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ ലോകത്ത് നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന നിന്റെ ദാസരുടെ സംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കേൾക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധമായ ദൈവമേ, ഈ ആയുസിന്റെ നിത്യതയെ കുറിച്ച് ബോധത്തോടും വരുവാനിരിക്കുന്ന നിത്യായുസിനെ കുറിച്ചുള്ള കാത്തിരിപ്പോട് ഞങ്ങൾ ജീവിച്ച് ഭാഗ്യമുള്ള അവസാനത്തിന് സമാധാനമുള്ള പുറപ്പാടിനും യോഗ്യരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ. ഓശോ ഉന്മയനായ ആദാമിൻ മക്കൾക്കു പുനരുത്ഥാനം വാഗ്ദാനം താൻ കൃപയാലെ ചെയ്തവനാം മശീഹാ ജീവനുള്ള നീ മരണത്തെ ഞങ്ങൾ വന്നിച്ചിടുന്നു. നിന്റെ പുനരുത്ഥാനത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. ആദാമിനുടെയും സുതരായ മനുഷ്യരെല്ലാവരുടെയും ജീവമരണങ്ങളിന്മേലും അധികാരിയാം നിൻ പ്രത്യക്ഷതയുടെ വലുതാം ദിവസത്തിൽ നീ അടിയാരെ അന്ത്യനായ പ്രവേശിപ്പിച്ചിടരുതേ. ഓരോ പ്രവർത്തിക്കോത്തതുപോൽ പകരം നൽകും മശീഹായേ. കുറ്റങ്ങളെ മായിച്ച് അന്യായങ്ങളെ കാഴുകേണ്ടതേ. നിൻ മഹിമയ്ക്കു ചേരുന്ന വെണ്ണിലയങ്കി അടിയാരെ ധരിപ്പിക്കണമേ എന്നേക്കും. ന്യായാധിപനാം മശീഹായേ. ലാസറിനെ മരിച്ചവരിൽ ഇടയിൽ നിന്നെഴുന്നേൽപ്പിച്ച ആ ശബ്ദം നിശ്വാസികളെ അവരിൽ നിന്നെഴുന്നേൽപ്പിക്കും. ഉന്നതരാജൻ സൈന്യവുമായി ഉദിക്കുമ്പോൾ കുഞ്ഞാടിന്റെ രക്തത്തിൽ കുളിച്ചവരെല്ലാം തിരുമുൻപാകെ നീടുമേ. ത്രിത്വരഹസ്യമായുള്ള പിതൃപുത്രാത്മാക്കൾക്കെന്നു സ്തുതിയും വന്ദനവും പുകഴും പുണ്യതിയും നാം മറക്കുമോർ കരുണയുള്ളവനും കൃപയുള്ളവനുമായ ദൈവമേ, നിന്നെ ഞങ്ങൾ അഭയം പ്രാപിച്ച് ഞങ്ങൾക്കും നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകലർക്കും വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല അശുദ്ധിയിൽ നിന്നും ഞങ്ങൾ വെളിപ്പെടുവരായി തീരുവാനും പിതാവും പുത്രനും പരിശുദ്ധവുമായ ദൈവമേ, നിന്റെ തിരുസന്നിധിയിലേക്കുള്ള കുറ്റമറ്റ നിലയ്ക്കും നിന്റെ രാജ്യത്തിലെ നിത്യ സന്തോഷം ഞങ്ങൾ യോഗ്യരായി തീരുവാനും ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമേ. ഓശോ പകുല സുബാലവൽബേ. നാമെല്ലാവരും
പ്രത്യാശയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ നിങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. സ്വഭാവപ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവനും മരിച്ചവരുടെ പ്രത്യാശയും പൊടിയിൽ നിദ്ര പ്രാപിക്കുന്നവരെ തിരഞ്ഞെടുപ്പിച്ച് അവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാപാളത്തെ ജയിച്ചവനും തന്റെ സൃഷ്ടിയെ പുതുതാക്കുന്നവനുമായ മിശിഹാതമ്പുരാന് തന്റെ ദാസയുടെ സംസ്കാര ശുശ്രൂഷയുടെ ഈ നേരത്തും നമ്മുടെ ആവശ്യത്തിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ദൈവമായ കർത്താവില്ലായ്മ സകൃതിയെ നിർമ്മിച്ച ഓർമ്മയിലേക്ക് നീ വരുത്തി. നീ മനുഷ്യനെ സൃഷ്ടിച്ചു. രാജകീയമായ വസ്തു കൊണ്ട് അവനെ സൃഷ്ടാക്കി. നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനും ദോഷമായുള്ളതിനെ ത്യജിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യവും സ്വയാധികാരവും നീ അവന് കൊടുത്തു. വഞ്ചകനായവൻ മൂലം അവൻ കൽപ്പനകളിൽ എങ്ങനെ തിന്നാകപ്പെട്ടു. അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കരുണയുള്ള പിതാവും സകലാശ്വാസത്തിന്റെയും ദൈവവുമേ, അവനെ വെടിതെറ്റിയവനായ ശേഷം തള്ളിക്കളയാതെ സർവ്വലോകത്തിന്റെയും പരമവൈദ്യനായി നിന്റെ ഏകപുത്രനെ നീ അയച്ച് അവന്റെ മുഖത്തുമുള്ള മരണം കൊണ്ട് മനുഷ്യനെ നീ രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്നേഹിക്കുന്നവനായ ദൈവമായ കർത്താവേ, ദുഃഖം നിറഞ്ഞ ഈ ആയുസ്സിൽ നിന്നും ഐശ്വര്യമുള്ള നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീ പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ മാതാവിന്റെ സംസ്കാര ശുശ്രൂഷയുടെ നേരത്ത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ഏകയാതനായ പുത്രൻ രണ്ടാമത് എഴുന്നള്ളി പ്രത്യക്ഷനാകുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിപകരം ചെയ്യുകയും ബുദ്ധിയോട് അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യാവകാശമാക്കി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിന്റെ കൂടാരങ്ങളിലേക്ക് ചേർത്തുകൊള്ളപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, നീ നീതിയുള്ളവനും നിന്റെ വിധികൾ എത്ര സത്യമുള്ളവയാകുന്നെന്ന് ഈ ഭാഗക്കാർ ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മാമോദീസയേറ്റവളും ദൈവികമായ ശുശ്രൂഷകളെ സംബന്ധിച്ചിട്ടുള്ളവരും നിന്റെ ഏകപുത്രന്റെ ക്രൂശാരോപണത്തിൽ ആശ്രയിച്ചിട്ടുള്ളവളുമായ ഈ നിന്റെ ദാസി ആഴമുള്ള പാതാളങ്ങൾ കൈവിടുകയില്ലെന്നും കെട്ടുപോകാത്ത ജ്ഞാനികൾ വേദനപ്പെടുകയില്ലെന്നും നിന്റെ മുഖപ്രകാശം കൊണ്ട് സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകരുടെ പന്തിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങൾ അവകാശമായി അനുഭവിക്കുകയും ചെയ്യണമെന്നുള്ള പ്രത്യാശയോടെ നിന്റെ ദാസിയുടെ വേർപാട് നിങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ ആശ്വസിക്കുകയും ഭാഗ്യപരവും മഹത്വപരവുമായി പ്രത്യാശയ്ക്കായി നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവേ, മനസ്സിലുള്ള ദൈവമേ, മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ചും വിഷാദിച്ചിരിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി നീ കർത്തദാസിയുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണയുടെ ബഹുത്വത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിനെയും ഇവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനയും നീ കളയണമേ. അവരുടെ ചിന്തയില്ലാത്ത സമാധാനം കൊണ്ട് ഇവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവസ്ഥയിൽ നിന്നും നാഥ ഇവരെ വെടിവെക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിപ്പാൻ ദൈവമാന്റെ പ്രത്യാശ കൊണ്ടുള്ളവരെ താങ്ങണമേ. നിന്റെ ശക്തിയുള്ള വലകൈ കൊണ്ട് വിശുദ്ധന്മാരുടെ പൂർണ്ണതയിലേക്ക് ഇവരെ നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ നിങ്ങളുടെ ആ വിശ്വാസമാശ്രയം കൊണ്ട് ഒരാശ്വാസം സമാധാനം പ്രാപിക്കുകയും ചെയ്യുമാറാണമേ. ആത്മീയവും ലൗകികമായ സകല അനുഗ്രഹങ്ങൾ കൊണ്ടും ഇവരെ സന്തുഷ്ടരാണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലി നീതിമാനായ യോബിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ശക്തിപ്പെടുത്തണമേ. ഓശോ കൂലസ്വാമിൽ മീൻ പാറിക്കുമോ മെനാലോ മെനക്കാവേലു സോയതോ കൈവര ശുഭക്കോരതോ തോകെ ഭദ്രേകും ഒൽമെലോലം. പറക്കുമ്പോൾ ഉയർപ്പും ജീവനം താനായിരിക്കുന്നവനും തന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാൽ ജീവിക്കുമെന്നും ജീവിച്ചിരുന്ന തന്നിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ഒരു നാളെ മരിക്കയില്ലെന്നും അരുളി ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെ പിതാവായ ദൈവമേ, നിന്നിലുള്ള വിശ്വാസത്തിലും ഭയഭക്തിയിലും ഈ ആയുസ്
നിന്റെ മാതാവിനായ എല്ലാവർക്കും വേണ്ടി നിന്റെ പരിശുദ്ധ തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവേ, അവരോടുകൂടെ ഞങ്ങളും നിന്റെ സ്വർഗരാജ്യത്തിന് അനുഭവക്കാരായി തീരുവാണ്ടക്കവണ്ണം അവരുടെ നല്ല ദൃഷ്ടാന്തത്തെ പിന്തുടരുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരുകയും ചെയ്യുമാറാകണമേ. ഓശോ അപകൂല സുബാലവൽമേ. എന്റെ സഹോദരനെ, നാം ഇന്ന് എവിടെയാകുമെന്നും നാളെ നാം എവിടെയായിരിക്കുമെന്നും ഓർത്തുകൊള്ളുകയും. ഇന്ന് വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവകുഴിയിൽ മൗനതയുള്ളവരായി തീരുന്നു. ദിവസം തോറും ഇത് ഓർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. സഹോദരനെ, ധനവും സൗന്ദര്യവും ശ്രേഷ്ഠാധികാരവുമായ സകലവും അഴിഞ്ഞ് ഒന്നുമില്ലാത്തതുപോലെ മാഞ്ഞു പോകുന്നു എന്ന് പ്രത്യേകം ഗ്രഹിച്ചുകൊള്ളുകയും. നീക്കം വരാത്ത അധികാരമുള്ളവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുകയും പൊഴുതാണ് തിങ്കൾ അവരുടെ ശരീരങ്ങളെ മഹത്വം ധരിപ്പിക്കുകയും ചെയ്യുന്ന മസിയാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചവരെ പുനർജീവൻ അടുത്തല്ലോ, ദുഃഖിക്കേണ്ട ദേഹനാശത്തിങ്കൽ നിങ്ങളെ സൃഷ്ടിച്ചോ ദേഹത്തെ ഉയർപ്പിച്ച് പ്രവർത്തിക്കോത്താവോ നീതിയായി ഫലമേകും. മരിച്ചവരിടയിൽ നീതാഴ്ത്തപ്പെട്ടല്ലോ, പാതാളത്തിൽ നീ യാത്ര ചെയ്തല്ലോ. ആദാമീൻ സുതരെ നീ ഉയർപ്പിക്കാനെത്തുമ്പോൾ നിന്നിൽ വിശ്വസിച്ചവരാ അടിയാരെയും ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എന്ന് നിങ്ങൾ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർത്തുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവർ ഉയർപ്പിച്ചത് ദൈവത്തിന് വിരോധമായും സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികളെന്ന് വരും. മരിച്ചവർ ഉയർത്തുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിലിരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ സകല മനുഷ്യരിലും മനുഷ്യന്മാരത്രേ. ദൈവത്തിന് സ്തുതി. അതിലെയും ബഹുമാനപ്പെട്ട ക്ലാർക്കച്ചൻ, ബഹുമാനപ്പെട്ട പോളച്ചൻ, സി കെ തോമസ് സ്വദേശി, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, കഥാൾ പ്രിയരെ, ദേശവാസികളെ, വളരെ ദുഃഖത്തോടും പ്രയാസത്തോടുമാണ് നാം എല്ലാവരും ഈ ഭവനത്തിൽ ആയിരിക്കുന്നത്. വേർപാട് നമ്മെല്ലാവരെയും സങ്കടപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു വസ്തുതയാണ്. നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, ഒരുമിച്ച് പ്രാർത്ഥിച്ചവർ, ഒരുമിച്ച് ജീവിതം പങ്കുവച്ചവർ നമ്മെ വിരിച്ചു വിരിഞ്ഞു പോകുമ്പോൾ ഇത് മനസ്സിന് വളരെ ദുഃഖവും പ്രയാസവും ഉളവാക്കുന്നതായിട്ടുള്ളൊരു വസ്തുതയാണ്. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൽ മരണം ഒരു അവസാനമാക്കല്ല, അതൊരു പുതിയ ജീവിതത്തിന്റെ തുടക്കമാണെന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. ഇതിൽ വിശ്വസിക്കുന്നവൻ ഒരു നാൾ മരിക്കുകയില്ല, ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവൻ എന്നേക്കും ജീവിക്കും എന്ന് കർത്താവ് അരുളിച്ചത്. ഒരായുസ്സിൽ കർത്താവിന്റെ സാക്ഷിയായിരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. നാം വായിക്കുന്നു, എന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും അവന്റെ വലതുഭാഗത്ത് പ്രമോദങ്ങളുമുണ്ട്. നമുക്കിവിടെ നിലനിൽക്കുന്നതായിട്ടുള്ളൊരു നഗരമില്ലല്ലോ, കൈപ്പണിയല്ലാത്ത ശാശ്വതമായ ഒരു ഭവനം ദൈവനമ്പുരാൻ നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നു. അവരുടെ പ്രത്യാശയോടെ നമുക്കും ആയിരിക്കുവാനായിട്ട് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥവത്തായിട്ട് തീരുന്നത്.
ഇവിടെ നിൽക്കുന്ന എന്നെ കേൾക്കുന്ന ഞാനും നാം എല്ലാവരും ഈ ഒരു അനുഭവത്തിൽ കൂടി ഇന്നല്ലെങ്കിൽ നാളെ കടന്നു പോകുന്നവരാണ്. അതിനായിട്ട് ഒരുങ്ങിയിരിക്കുവാനായിട്ട് ദൈവവചനം നമ്മളെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. എപ്പോൾ വിളിച്ചാലും ഒരുക്കത്തോടെ ആയിരിക്കാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഒരു വലിയ ശ്രേഷ്ഠതയാണ്. ഇന്ന് വായിച്ചു കേട്ടതുപോലെ യോബ് പറയുന്നു, നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജീവിതത്തിലെ ഒരു വലിയ സത്യമാണ് യോബ് തന്റെ ജ്ഞാനത്തിൽ കൂടി പ്രതിപാദിക്കുന്നത്. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവമേ, പ്രിയപ്പെട്ട അമ്മച്ചിയെ ഞങ്ങൾക്ക് തന്നതിനാകട്ടെ സ്തോത്രം. ദൈവത്തിന്റെ ഹിതമായപ്പോൾ ദൈവം വിളിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുപ്പിച്ചു. ആ വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ട അമ്മച്ചികൾ കൂടി ഈ കുടുംബത്തിനും ദേശത്തിനും ഇടവയ്ക്കും ചുറ്റുപാടുകൾക്കും ഒക്കെ ലഭിച്ച എല്ലാ നന്മകൾക്കായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യും. സങ്കീർത്തനക്കാരൻ പറയുന്നു, മനുഷ്യന്റെ ആയുസ് 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. പ്രിയപ്പെട്ട അമ്മച്ചിക്ക് 96 വർഷക്കാലം ദൈവം ധന്യമായ ഒരു ആയുസ് കൊടുത്തു. ആ വലിയ സന്തോഷം അനുഭവിക്കാനായിട്ട് കർത്താവ് കൃപ ചെയ്ത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. വളരെ ഒരുക്കമുള്ള നാട്ടിലുള്ള പ്രിയപ്പെട്ട മാതാവായിരുന്നു. കഴിഞ്ഞ നാളുകളിൽ കർത്താവിന്റെ സാക്ഷിയായിട്ട് ജീവിക്കാനായിട്ട് ദൈവം സഹായിച്ചു. പ്രിയപ്പെട്ടവരൊക്കെ ഈ കർത്താവിലുള്ള വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് ദൈവം കൃപ ചെയ്ത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. അന്ത്യനാളുകളിലും കഴിഞ്ഞ ആഴ്ചയും ഭവനത്തിൽ വെച്ച് ക്രമീകരിച്ച വിശുദ്ധ കുർബാന ശുശ്രൂഷയിൽ പങ്കാളിയാകുവാനായിട്ടുള്ള ഭാഗ്യം കർത്താവ് കൊടുക്കും. തുടർന്നത് എല്ലാ അഭിഷേക ശുശ്രൂഷയ്ക്ക് അങ്ങനെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സൗഖ്യം പ്രാപിച്ച് സ്വസ്ഥതയോടെ ഒരുക്കത്തോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുക പ്രിയ മാതാവിന് ദൈവം കൊടുത്ത ഭാഗ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. എന്നേക്കും ജീവിക്കുന്ന ഒരു അനുഭവമുണ്ട്. ആ നല്ല നാളിൽ ഞങ്ങൾ ഒരുമിച്ച് കണ്ടുമുട്ടും എന്നുള്ള വലിയ പ്രത്യാശയോടുകൂടി പ്രിയ മാതാവിനെ യാത്ര അയക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്കും അതിനായിട്ട് ഒരുങ്ങാനായിട്ട് സാധിക്കും. കർത്താവെ, നീ പേര് വിളിക്കുമ്പോൾ ഞാൻ ഉണ്ടാകുമോ? ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കണ്ടുമുട്ടും എന്നുള്ള വലിയ പ്രത്യാശയോടെ ആകുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായിട്ട് തീരുന്നത്. പ്രിയപ്പെട്ട മക്കളെല്ലാവരും നല്ല ശുശ്രൂഷകളൊക്കെ ചെയ്തു. പ്രിയപ്പെട്ട മാതാവിനെ നന്നായിട്ട് പരിചരിക്കുവാനും ശുശ്രൂഷിക്കാനും ഒക്കെ അവർക്ക് ഇടയായത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. മാതാപിതാക്കളുടെ ദൈവം, ഞങ്ങളുടെയും ദൈവം, അവർ നൽകിത്തന്നായിട്ടുള്ള നല്ല വിശ്വാസം, നല്ല മാതൃക അനുകരിച്ച് പ്രത്യാശയും പ്രാർത്ഥനകളും മുമ്പോട്ട് പോകാനായിട്ട് തുടർന്ന് ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭവനം ഉള്ളമ്പള്ളിയിൽ എബനേസർ മാർത്തമ്മ ഇടവയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതും എല്ലാ കാര്യങ്ങളിലും സജീവമായിട്ട് പങ്കാളിയാവുന്നതുമായിട്ടുള്ള ഒരു ഭവനമാണ്. ഇടവയ്ക്ക് പ്രിയപ്പെട്ട അമ്മച്ചി നഷ്ടമായതിൽ വളരെ ദുഃഖവും പ്രയാസവുമുണ്ട്. ഇടവയ്ക്കുള്ള ദുഃഖവും അനുശോചനവും പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഒരു പ്രാവശ്യം കൂടി ഞാൻ അറിയിക്കട്ടെ. കൂടപ്പെട്ട് വന്ന ബന്ധുമിത്രാദികൾ, പ്രിയപ്പെട്ടവർ, സഹോദരങ്ങൾ, ജോയിസാറിന്റെ കൂടെയുള്ള പ്രവർത്തകർ എല്ലാവരും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തുടർന്ന് നമ്മളെ ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരിനെ തുടച്ചു കളയുന്നവനായിട്ടുള്ള ദൈവം, നമ്മൾക്ക് എല്ലാ നന്മകളും നൽകുന്നവനായിട്ടുള്ള ദൈവം, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയാണ് നല്ല ചെയ്തവനായിട്ടുള്ള ദൈവം. ആ ദൈവം നമ്മളോട് കൂടെ ഇരുന്ന് സകല ബുദ്ധിയെയും അറിയുന്ന ദൈവത്തിന്റെ കൃപയും സമാധാനവും ആശ്വാസവും നമുക്ക് എല്ലാവർക്കും നൽകി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. നമുക്കൊരു വാക്കുകൂടി പ്രിയ കുടുംബത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട സീക്കത്തോ സ്വദേശി പ്രാർത്ഥന. കാരുണ്യവാനും മനസ്സിലുള്ളവരുമായിട്ടുള്ള ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, പരിശുദ്ധനായിരിക്കുന്ന ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, ഈ പ്രത്യേകമായിരിക്കുന്ന ഈ സംസ്കാര ശുശ്രൂഷയുടെ ബന്ധത്തിൽ ഒരുമിച്ച് കർത്താവെ തിരുമുൻപാകെ ഞങ്ങൾക്ക് നിന്നുകൊണ്ട് വലിയവനായ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയവനെന്ന് ഓർത്ത ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവമേ ഞങ്ങൾക്ക് ഒരവസരം കൂടി ഈ ഭൂമിയിൽ ഒരുക്കി തന്നതിനാൽ ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്നു. പ്രത്യേകിച്ച് ഈ വാത്സല്യ ഭവനത്തിന്റെ അങ്കണത്തിൽ വാത്സല്യ മാതാവിന്റെ വേർപാട് ദുഃഖത്തിൽ ഭാരപ്പെട്ടും നിരാശയിലും ദുഃഖിച്ചും ഇരിക്കുന്നതായിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെയും കുടുംബാംഗങ്ങളെയും ഞങ്ങൾ ഓർത്ത ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി കർത്താവെ പ്രിയപ്പെട്ട മക്കളുടെ ശുശ്രൂഷകൾ ഏറ്റുവാങ്ങി ഈ വാത്സല്യ മാതാവ് താൻ പ്രിയം വെച്ച കർത്താവിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുമ്പോൾ ഈ ലോകത്തിൽ കുടുംബവും കുടുംബജീവിതവും പങ്കുവെച്ച് അനുഭവിച്ച് മക്കളെ ലഭിച്ച് കൊച്ചുമക്കളെ ജീവിതത്തിൽ പ്രാപിച്ച് ജീവിതത്തിന്റെ നന്മകൾ അനുഭവിച്ച് ദൈവിക ശുശ്രൂഷയിൽ പങ്കാളിയായി
ദൈവത്തിന്റെ വകയായി തീരുവാൻ തക്കോണം സ്വർഗത്തിലെ ദൈവമേ, അങ്ങയുടെ പ്രിയപ്പെട്ട മകളെ നീ ഒരുക്കുന്നതിനാണ് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം ഞങ്ങളുടെ ദൈവമെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് തലമുറയായി ദൈവം ഞങ്ങളുടെ സങ്കേതമെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ഈ വാത്സല്യ മാതാവിന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ദൈവം കൊടുത്ത ധന്യമായ നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവെ, ജീവിതത്തിന്റെ വേദനയുടെയും ഭാരത്തിന്റെയും നിരാശയുടെയും നന്മയിലൂടെ കടന്നുപോയപ്പോൾ വാർദ്ധക്യവും നരയുള്ള കാലത്തും ഞാൻ നിന്നോടുകൂടെ ഇരിക്കുമെന്ന് അറിയിച്ചത് കർത്താവ് 96 വയസ്സ് വരെ തിരുസാന്നിധ്യത്തിന്റെ മകളെ ഭൂമിയുടെ മുൾപ്പരപ്പിലൂടെ വഴി നടത്തിയതിനാൽ നന്ദിയോടെ സ്തോത്രം. അങ്ങേക്ക് പ്രസാദം തോന്നിയപ്പോൾ മനുഷ്യപുത്രന്മാരെ തിരികെ വരുകയും എന്ന് അറിയിച്ചത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അങ്ങയുടെ ദാസുരാത്മാവിനെ എന്ന സ്വർഗ്ഗം കൈക്കൊണ്ടതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും പ്രത്യാശയുള്ളവരായി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാർക്കൊണ്ടും തുടർന്ന് ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ ഏവരെയും കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ ദിവ്യ സമാധാനം സകല ഹൃദയങ്ങളിലേക്കും പകർന്ന് ആശ്വാസത്തിന്റെ അനുഭവങ്ങളെ നിന്റെ കുഞ്ഞുങ്ങൾക്ക് നൽകിയവരെ ധൈര്യപ്പെടുത്തണമെന്ന് പ്രത്യേകമായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ശുശ്രൂഷയും അതിൽ വ്യാപരിപ്പിച്ച ദൈവങ്ങളുടെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കൂടി വന്നിരിക്കുന്ന ദൈവജനത്തിനായിട്ട് സ്തോത്രം. തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ ഞങ്ങൾ കർത്താവിനോടുള്ള ബന്ധത്തിൽ എങ്ങനെ ആയിരിക്കുന്നു എന്ന് ഇന്നും ഞാൻ നാളെ നീ എന്നുള്ളതായിരിക്കുന്ന വലിയ ചിന്തയിലൂടെ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നേതൃത്വം നൽകി എങ്ങളുടെ അഭിഷക്തന്മാർക്കായി സ്തോത്രം. കർത്താവിന്റെ കൃപയിൽ ബലപ്പെട്ട് ശുശ്രൂഷ ചെയ്യുവാൻ കൊണ്ടും എവരെയും നീ ഒരിക്കലും ദൈവമേ തുടർന്നുള്ള ശുശ്രൂഷകളിലും ദൈവകൃപ കൂടെ ഇരുന്ന് ദൈവമായ കർത്താവ് ശക്തീകരിക്കണമേ. സന്തോഷത്തോടെ നിന്റെ ദാസ്യം യാത്രയെ പാർക്കൊണ്ടും ഏവർക്കും ഒരുപോലെ ഇടയാക്കണമെന്ന് വീണ്ടും ഞങ്ങൾ അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് കൃപയിൽ ആശ്രയിക്കുന്നു. കുറവോട് കുറ്റങ്ങൾ ക്ഷമിക്കണം, മഹത്വം കർത്താവ് എടുക്കണമേ, വരവനായി ഒരുക്കണമെന്നും യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പോലെ ഭൂമിയിൽ വാഴ്മേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള പ്രവേശിപ്പിക്കാതെ രക്ഷപ്പെടണമേ. നടന്ന രാജ്യശക്തിയും മഹത്വവും നീക്ക് നിനക്കുള്ളതാകുന്നു. വായിക്കുമോ സകല ബുദ്ധിയെ കവിയുന്ന ദൈവമാക്കിന്റെ സമാധാനം ദൈവത്തെയും തന്റെ പുസ്തകം നമ്മുടെ രക്ഷിതാവായ യേശുവിശേഷത്തിലുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുവായുമായ ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളോടുകൂടെ നിങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന സകലോട്ടങ്ങളിൽ നിന്ന് നിങ്ങളെ കാത്തു മറിച്ച് സകല നന്മകൾക്കും നിങ്ങളെ യോഗ്യതകളാക്കി തീർക്കണമേ. പ്രിയപ്പെട്ടവരെ, ഭവനത്തിൽ വെച്ചുള്ള ആൾ ശുശ്രൂഷയിലൂടെ പൂർണ്ണമാകുന്നു. ഇതിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട അച്ഛന്മാരോടും ഈ ഭവനത്തിൽ കടന്നു വന്ന എല്ലാവരോടും ഉള്ള സ്നേഹം ഈ കുടുംബത്തിന്റെ പേരിലും ഇടവകയുടെ പേരിലും അറിയിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഗീവർഗീസ് ബ്ലാഹ്യത്തച്ഛൻ ഒരു വാക്ക് അനുശോചനം അറിയിക്കുന്നു. ദൈവത്തിന് സ്തുതി. ഏറ്റവും ആദരണീയനായ ശ്രേഷ്ഠാചാര്യനായ ഇടവകയുടെ വികാരിയുമായിരിക്കുന്ന ജോർജച്ചൻ, ബഹുമാനപ്പെട്ട അടൂർ നിവാസിയും വികാരിയുമായിരിക്കുന്ന പോൾഡാനിയന്റെ അച്ഛൻ, ഈ ഇടവകയുടെ വന്യ ഉപദേശി, ദുഃഖാർജിതരായ ഭവനക്കാരെ, ബന്ധുമിത്രാർത്ഥികളുടെ ചർച്ചക്കാരെ, സ്കൂള് സ്റ്റാഫ്, ഈ ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവരൊന്നും കൊണ്ടുവരാൻ സാധിക്കുന്നതല്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കും. ഈ ലോകത്തിൽ നമ്മളൊരു വലിയ വീട് വെച്ചിട്ടോ ധനം സമ്പാദിച്ചിട്ടോ ഒന്നും കാര്യമില്ല. ആ പരലോകത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ ഈ ലോകമെന്ന് പറയുന്ന ഒരു താൽക്കാലിക ജീവിതമാണ്. ഇത് ഒരുങ്ങുവാനുള്ള ജീവിതമാണ്.
അക്കരെ നാട്ടിലേക്ക് പോകുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുവാനായിട്ട് നമുക്ക് സുഹൃത്തുക്കളായ കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് ദൈവം അരുളി ചെയ്തിട്ടുണ്ട്. എന്നും പൂർണ്ണമായിട്ട് എന്നും ഇവിടെ താമസിക്കാമെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. ഒരുക്കകാലമായി ഈ ജീവിതത്തെ ക്രമീകരിച്ച് എടുക്കണം. ഈ അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം, ഈ ഭവനത്തെ സംബന്ധിച്ചിടത്തോളം ഞാനുമായിട്ട് ഒരു അടുപ്പമുണ്ട്, ബന്ധമുണ്ട്. ഈ എന്റെ ഭവനത്തിൽപ്പെട്ട ഒരു അമ്മാമ്മയെ ഇവിടെ വിവാഹം കഴിച്ചിട്ടുണ്ട്. അമേരിക്കയിലാണ് അവർ വന്നിട്ടില്ല. എങ്കിലും ഇവിടെ നോക്കിയപ്പോൾ ഒരു 10-15 പേര് അടുക്കാരുണ്ട്, കുടുംബത്തിൽപ്പെട്ടവരൊക്കെ ഉണ്ട്. ഈ ബഹുമാനപ്പെട്ട ഈ കർത്തദാസിയുടെ മകൻ പൊന്നച്ചനും ജോയി സാറും ഒക്കെ കഴിഞ്ഞ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 3 ആഴ്ചയായിട്ട് മുമ്പ് ഈ അമ്മച്ചിയുടെ ജന്മദിന സ്തോത്ര പ്രാർത്ഥന നടത്തിയുണ്ടായി. ഞാനും അതിൽ സംബന്ധിക്കുകയുണ്ടായി. വളരെ എന്തായാലും ശരി, ഈ പരിപാവനമായി പൊന്നച്ചൻ എനിക്ക് തോന്നുന്നു അദ്ദേഹം നല്ല ആത്മീയമായി പ്രവർത്തിക്കുന്ന, നല്ല ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരു വലിയ വ്യക്തിയാണ്. ഒരു നല്ല ദൈവത്തിന്റെ ഒരു പുത്രനാണ് അദ്ദേഹം. ആ സ്ഥലത്ത് നിന്നിട്ട് അമേരിക്കയിൽ ചെന്നിട്ട് ഉടൻ തന്നെ തന്റെ മാതാവിനെ ശുശ്രൂഷിച്ച് പോയതേ ഉള്ളൂ. വീണ്ടും ഓടിയെത്തിയെന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. കാരണം തന്റെ മാതാവിനെ കാണുവാനും കണ്ണുനീര് തുടയ്ക്കുവാനും ആ സംസ്കാര ശുശ്രൂഷ എല്ലാം ചെയ്യുവാനും തക്കവണ്ണം ഇടയാകും. ജോയി സാറും അതുപോലെ സ്കൂൾ സംബന്ധമായും മറ്റു കാര്യങ്ങളിലൊക്കെ സോഷ്യൽ കാര്യങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ജോയി സാറും എന്നോട് വളരെ താല്പര്യമുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഈ അമ്മച്ചിയെക്കുറിച്ച് പറയുമ്പോൾ അമ്മച്ചിയുടെ ജീവിതാനുഭവങ്ങൾ, ദേവാലയത്തിനു വേണ്ടി സമർപ്പിതമായിരുന്നു അമ്മച്ചിയും അപ്പച്ചനും. ദേവാലയ വിശ്വാസത്തിൽ അടിയുറച്ചു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നത് പറയുവാൻ തക്കവണ്ണം അമ്മച്ചി ഓടിയതായ ഓട്ടം ഇന്ന് വിശ്രമിച്ചിരിക്കുകയാണ്. മനുഷ്യർ മൗനതയിലല്ല, അവർ ഇത് അവസാനത്തെ വാക്കല്ല. അതുകൊണ്ട് അവർ ഉയർക്കും. വിശ്വാസത്തിൽ ഉണർന്ന് കർത്താവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ എന്നിൽ വിശ്വസിച്ചവർ ജീവിച്ചിരുന്നതിനും മരിക്കാനും ജീവിക്കുമെന്ന് പറഞ്ഞ പോലെ കർത്തസന്നതി കർത്താവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഉണർന്നെഴുന്നേറ്റ് ഹല്ലേലൂയ പാടുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ അമ്മച്ചി മനസ്സുകൂടാതെ അറിവുകൂടാതെ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകളിലും ക്ഷമിക്കണം എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തിന്റെ ഈ അമ്മച്ചി ഇവിടുന്ന് വേർപെട്ടെങ്കിൽ പോലും ഇതിന്റെ ആധിപത്യം നമ്മുടെ കർത്താവായ യേശു മെസ്സിഹ ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ട് പരുവപ്പെടാനൊന്നുമില്ല. ഈ ഭവനത്തിനോടുള്ള ദുഃഖം, ഈ ദുഃഖത്തിൽ ഞാനും പങ്കെടുക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ അടൂര് ബ്ലാഹേത്ത് കോയിപ്പുറത്ത് ഈ ഭവനത്തിനു വേണ്ടിയും എഡ്യൂക്കേഷൻ സൊസൈറ്റിക്ക് വേണ്ടിയും പകലും മറ്റും കുടുംബത്തിനു വേണ്ടിയും അതോടൊപ്പം തന്നെ എന്റെ യാക്കോബായ ദേവാലയത്തിനു വേണ്ടിയും എല്ലാ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയും ഒരിക്കൽ കൂടി അനുശോചനം രേഖപ്പെടുത്തുന്നു. ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഏറ്റവും വളരെ കരുതലും കടപ്പാടുമുള്ള അച്ഛനാണ് ഈ ദേവാലയത്തിലെ അച്ഛൻ, വികാരി അച്ഛൻ. ഞങ്ങൾ വളരെ സുഹൃത്ത് ബന്ധവും അതിനപ്പുറമായിട്ട് വളരെ അടുപ്പമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ ദേവാലയത്തിൽ, ചൂരക്കോട് ദേവാലയത്തിൽ ക്രിസ്മസിന് എന്നെ വിളിച്ചൊരു സന്ദേശമൊക്കെ നടത്തി. വീണ്ടും കഴിഞ്ഞ ആഴ്ച കണ്ടപ്പോൾ പറഞ്ഞു ഇളമ്പള്ളിക്ക് അച്ഛൻ വരണമെന്ന്. അപ്പോ ദേവാലയത്തിൽ എനിക്ക് ഇന്ന് ഈ ബാക്കിയുള്ള ശുശ്രൂഷയ്ക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ കളക്ടറേറ്റിലെ പരിസ്ഥിതിയുടെയും റോഡ് സേഫ്റ്റിയുടെയും അതുപോലെ ലീഗൽ സർവീസിന്റെയും 3 സെഷൻ വെച്ചിരിക്കുകയാണ്. എന്റെ കൂടെ എസ് മീരാ സാഹിബ് സാറ് വന്നിട്ടുണ്ട്. അദ്ദേഹവും ഈ അന്തിമ കണ്ടിട്ട് അനുശോചനം രേഖപ്പെടുത്തിയിട്ട് പോകാം വെച്ചാൽ നമുക്ക് ഇച്ചിരി താമസിച്ചാലും അവിടെ കളക്ടറേറ്റിൽ പത്തനംതിട്ട എത്തിച്ചേരാമെന്നുള്ള പ്രത്യേകതയോടുകൂടി ഈ ഭവനത്തിൽ വരുവാനും ബഹുമാനപ്പെട്ട അച്ഛനോടുകൂടി ഈ ശുശ്രൂഷ സംബന്ധിക്കുവാനും ഇടയാക്കി. അച്ഛനെതിന് സമയം തന്നതിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവിധമായ അനുശോചനവും രേഖപ്പെടുത്തുന്നു. ദൈവം വരാൻ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛാ. അച്ഛനോടുള്ള നന്ദി കുടുംബത്തിന്റെ പേരിലും ഇവിടെ പേരിലും അറിയിക്കുന്നു. ഇപ്പോൾ ഭൗതിക ശരീരം ദേവാലയത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയാണ്. ഇവിടെ നിന്ന് തൊട്ടടുത്താണല്ലോ ദേവാലയത്തിലേക്കുള്ള വിലാപയാത്രയിലും എല്ലാവരും പ്രാർത്ഥനാപൂർവം പങ്കുകാരാണ് എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഏറ്റവും മുമ്പിൽ കുരിശ് വഹിച്ചതാണുള്ള വാഹനം, തൊട്ടു പിന്നാലെ സ്ത്രീകൾ, പുരുഷന്മാർ, അതിന് പിന്നാലെ ഗായകസംഘം, വൈദികർ, ഏറ്റവും അവസാനം ഭൗതിക ശരീരം വഹിച്ചതായിട്ടുള്ള വാഹനവും പോകുന്നതാണ്. എല്ലാവരും വിശദമായിട്ടും ഇതിൽ പങ്കുകാരാകണം. ഇനി ആരെങ്കിലും കാണുവാനുണ്ടെങ്കിൽ അവർക്കിപ്പോൾ കാണുവാനായിട്ടുള്ള അവസരമുണ്ട്. പ്രിയ മക്കൾക്ക് ഭവനത്തിൽ നിന്ന് വിട ചൊല്ലുന്ന സമയത്ത് പ്രിയപ്പെട്ടവർക്ക് ചുംബനം അർപ്പിച്ച് പ്രിയപ്പെട്ട ഭവനത്തോട് വിട കൊടുക്കുവാനായിട്ടുള്ള അവസരം കൂടിയാണ്. എല്ലാവരും സ്വന്തമായിട്ടും വിശദമായിട്ടും ഭംഗിയായിട്ടും ഇതിലെ പങ്കുകാരാണ് സ്നേഹത്തോടെ ഓർപ്പിക്കണം. താങ്ക് യു.
Yes.